Suppose നമ്മുടെ ക്വസ്റ്റ്യനില് ചേഞ്ചസ് ഇൻ ഇൻകം if delta y, what is indicated? Delta y is the changes in income. Changes in income എന്ന് പറയുന്നത് 1000 ആണെന്ന് വിചാരിക്കാം. And changes in consumption. The changes in consumption were 700. Suppose it is 700. Find MPC and MPS. What is MPC? MPC stands for marginal propensity to consume. Marginal propensity to consume. What about MPS? MPS stands for marginal propensity to save. Marginal propensity to save. So നമുക്ക് ചേഞ്ചസ് ഇൻ ഇൻകം തന്നിട്ടുണ്ട്, ചേഞ്ചസ് ഇൻ കൺസംഷൻ തന്നിട്ടുണ്ട്. ഈ ചേഞ്ചസ് ഇൻ ഇൻകത്തിൽ നിന്നും ചേഞ്ചസ് ഇൻ കൺസംഷനിൽ നിന്നും MPCയും MPSും എങ്ങനെയാണ് കാണുക? സോ നമ്മുടെ ഫോർമുല നമുക്കറിയാം അല്ലെ. MPC കാണാനുള്ള ഫോർമുല എന്താണ്? വാട്ട് ഈസ് ദ ഫോർമുല ഫോർ MPC? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ചേഞ്ചസ് ഇൻ consumption to changes in income. So the changes in consumption, how much changes would happen when there is a changes in income? ഇൻകത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് കൺസംഷനിൽ എത്ര കണ്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട്, അതാണ് നമ്മൾ എന്തിൽ നോക്കുന്നത്? MPCയിൽ നോക്കുന്നത്. ഈ MPSന്റെ ഫോർമുല എന്താ? MPS is equal to നമുക്കറിയാം ചേഞ്ചസ് ഇൻ savings due to the changes in income. How much changes were happened due to the changes in income? ഇൻകത്തിലുണ്ടായ മാറ്റം മൂലം നമ്മളുടെ സേവിങ്ങിൽ എത്ര കണ്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നതാണ് നമ്മുടെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ MPCയും MPSും എങ്ങനെയാണ് കാണുക എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ നമ്മുടെ പ്രോബ്ലത്തിൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ചേഞ്ചസ് ഇൻ കൺസംഷനും ചേഞ്ചസ് ഇൻ ഇൻകമും. ചേഞ്ചസ് ഇൻ കൺസംഷൻ എന്ന് പറയുന്നത് 700ഉം ചേഞ്ചസ് ഇൻ ഇൻകം എന്ന് പറയുന്നത് 1000 ആണ്. സോ ഇറ്റ്സ് വെരി ഈസി ടു ഫൈൻഡ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. വൈ ചേഞ്ചസ് ഇൻ കൺസംഷൻ, വൈ ചേഞ്ചസ് ഇൻ ഇൻകം. പുട്ടിങ് ടു ദ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? 700/1000. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യാം? അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 700/1000 എന്ന് പറയുമ്പോൾ നമുക്ക് MPC ദാറ്റ് ഈസ് ഈക്വൽ ടു 0.7 എന്ന് കിട്ടും അല്ലെ. 0.7 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ MPC വാല്യൂ എന്ന് പറയുന്നത് 0.7 ആണ്. ഇനിയോ നമുക്ക് സേവിങ് ഇവിടെ അറിയില്ല അല്ലെ. സേവിങ് നമുക്കറിയില്ല. ഒരു ഫാക്ട് കൂടെ നമുക്കറിയാൻ പറ്റും. സപ്പോസ് MPC നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, സപ്പോസ് MPC 0.7 ആണ് എന്ന് നമുക്കറിഞ്ഞാൽ MPCയും MPSും കൂടെ ചേർന്നാൽ ഒന്നാണെന്ന് നമുക്കറിയാം. റൈറ്റ്? ദ വാല്യൂ ഓഫ് MPC ആൻഡ് MPS ഇസ് ഈക്വൽ ടു 1. ഇവിടെ നമുക്ക് ഓൾറെഡി എന്ത് കിട്ടിയിട്ടുണ്ട്? MPC 7 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. MPS എത്രയാണെന്ന് നമുക്ക് അറിയില്ല. 1 നമ്മളുടെ കയ്യിലുണ്ടതാണ്. അപ്പൊ MPS ഇസ് ഈക്വൽ ടു 1 മൈനസ് 0.7, that is equal to 0.3. Okay, so what about the value? So the value of MPC equal to, so the value of MPC is equal to 0.7, and what about the savings? 0.3, and the value of total is equal to 1. Okay. So this is the way we find the value of both the MPC and MPS when we get the changes in consumption and changes in production. മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺസംഷന്റെ വാല്യൂവും കൺസംഷന്റെ ചേഞ്ച് വാല്യൂവും ഇൻകത്തിന്റെ ചേഞ്ച് വാല്യൂവും തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? എത്രയാണ് അതിന്റെ പ്രൊപ്പൻസിറ്റി വാല്യൂ, മാർജിനൽ പ്രൊപ്പൻസിറ്റി കൺസ്യൂം എത്രയാണ്, അത് പ്രൊപ്പൻസിറ്റി ടു സേവ് എത്രയാണ് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ്
നെക്സ്റ്റ് പ്രോബ്ലം ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ മൂവിങ് ഓൺ ദി നെക്സ്റ്റ് വൺ. നമ്മൾ അറിയേണ്ട ഒരു നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്, നോക്കൂ, നമുക്കൊരു കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ തരികയാണ്. കെയ്നീഷ്യൻ consumption function. What is Keynesian consumption function reveals? Keynesian consumption function. Keynes is one of the leading economists during 1930s. After 1930s, the contributions to the economy were immense. He wrote a book, General Theory, right? General Theory of Interest. ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം ഇമ്മൻസ് കോൺട്രിബ്യൂഷൻ ടു ദ ഇക്കോണമി വാസ് ഹി പ്രൊവൈഡ്, റൈറ്റ്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ് ഫോർ ദ എമർജൻസ് ഓഫ് ദ ഇംപ്രൂവ്മെന്റ് ഓവർ ദ ക്ലാസിക്കൽ സിസ്റ്റം ടു ക്ലാസിക്കൽ ഇക്കോണമിക്സ് ടു കെയ്നീഷ്യൻ ഇക്കോണമിക്സ്, റൈറ്റ്? ആ ഒരു ട്രാൻസിഷൻ കൊണ്ടുവന്ന ആളാണ് നമ്മളുടെ ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പൊ എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് കെയ്നീഷ്യൻ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ. എന്താണ് ഈ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ പറയുന്നത്? ഇപ്പോൾ ഒരാൾക്ക് ഇൻകത്തിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ കൺസംഷനും വർദ്ധിക്കുന്നുണ്ട്, പക്ഷെ കൺസംഷൻ വർദ്ധിക്കുന്നത് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ടു ഇൻക്രീസിങ് ഇൻ ഇൻകം. ഓൾറൈറ്റ്? കൺസംഷൻ ഇൻക്രീസസ് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ടു ദ ഇൻക്രീസിങ് ഇൻ ഇൻകം എന്നുള്ള കൺസെപ്റ്റ് ആണ് പറയുന്നത്. ഓൾറൈറ്റ്? അപ്പോൾ കെയ്നീഷ്യന്റെ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷനിൽ നമുക്ക് പറയാൻ പറ്റുക C+A+BY എന്നാണ്. കൺസംഷൻ C+A+Y. സി എന്ന് പറയുന്നത് കൺസംഷൻ എന്ന് പറയുന്നത് രണ്ടെണ്ണം കൂടി ചേർന്നിട്ടാണ്. ഏതൊക്കെയാണ് ആ രണ്ടെണ്ണം? ഫസ്റ്റ് വൺ, autonomous consumption. A is autonomous consumption. What is autonomous consumption? Autonomous consumption എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം 0 ആകുന്ന സമയത്തും നമ്മുടെ കൺസംഷൻ ഉണ്ടായിരിക്കും. When the income is 0, the people have the tendencies to consume itself. നോക്കൂ, നമുക്ക് ഒരു വരുമാനം ഇല്ലെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടതായിട്ട് വരും. അത്തരം കൺസംഷനെയാണ് നമ്മൾ ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. ഇവിടെ ബി എന്ന് പറയുന്നത് നമ്മുടെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. ഈ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്താ പറയുന്നത്? ചേഞ്ചസ് ഇൻ കൺസംഷൻ ഡ്യൂ ടു ദി ചേഞ്ചസ് ഇൻ ഇൻകം. സോ ഹൗ മച്ച് consumption increases, how much changes in consumption would happen due to the changes in income. ഇൻകത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് കൺസംഷനിൽ എത്ര കണ്ട് മാറ്റം വരുന്നുണ്ട്, അതാണ് നമ്മളുടെ ബി കാണിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് അവർ marginal propensity to consume. A is our autonomous consumption and Y is the level of income. Okay, അപ്പോൾ നമ്മൾ കെയ്നീഷ്യൻ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷനിലേക്ക് പോകുമ്പോൾ ഈ ഫോർമുല കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ അത് വേറെ രീതിയിലായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ C is equal to C bar plus CY എന്നൊക്കെ കാണാറുണ്ട്. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഈ C bar എന്ന് പറയുന്നത് ഓട്ടോണമസ് കൺസംഷൻ ആണ്. A bar എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിൽ ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. എ എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ C ഡാഷ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ A ഡാഷ് എന്ന് പറയുന്നതോ ആണ് ഈ ഫോർമുലയിൽ. A ഡാഷ് ആണ് നമ്മളുടെ ഓട്ടോണമസ് കൺസംഷൻ. ഇവിടെ C ഡാഷ് ആണ് നമ്മളുടെ ഓട്ടോണമസ് കൺസംഷൻ. ഓട്ടോണമസ് കൺസംഷൻ, ആ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കാം. ദെൻ സപ്പോസ് നമ്മളുടെ ഇൻകം 300 ആണെങ്കിൽ ഒരു പ്രോബ്ലം കൂടെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുകയാണ്. ഇഫ് അവർ ഇൻകം ഈസ് 300, ഫൈൻഡ് കൺസംഷൻ ആൻഡ് സേവിങ്. ഫൈൻഡ് കൺസംഷൻ ആൻഡ് സേവിങ്. കൺസംഷനും സേവിങ് എത്രയാണെന്നുള്ളത് എന്നാണ് നമ്മുടെ പ്രോബ്ലം എന്ന് വിചാരിക്കുക. നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും? നോക്കാം. എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, നോക്കൂ,
നമുക്ക് തന്നു നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 300 ആണ്. 300 ആണ്. ആൻഡ് ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ കൺസംഷൻ ഫംഗ്ഷനിൽ നമുക്കിങ്ങനെ ഓട്ടോണമസ്, സപ്പോസ് നമ്മളുടെ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മളുടെ കൺസംഷൻ എന്ന് പറയുന്നത് 20 പ്ലസ് 0.81. 0.8 നമ്മുടെ MPC ആണ്. 20 എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോണമസ് കൺസംഷൻ ആണ്. Y നമുക്ക് തന്നിട്ടുണ്ട്. Y എത്ര തന്നിട്ടുള്ളത്? 300 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് കൺസംഷൻ കാണാൻ വളരെ എളുപ്പമാണല്ലോ. എങ്ങനെ കാണാൻ പറ്റും? നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? കൺസംഷനിലേക്ക് ഇട്ടുകൊടുക്കുക അല്ലേ? എ എന്ന് പറയുന്ന ഓട്ടോണമസ് കൺസംഷൻ 20 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? 20 പ്ലസ് 0.8 ഇൻറ്റു 300. നമ്മുടെ വൈയുടെ 0.8% വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 20 പ്ലസ് 240 എന്ന് കിട്ടും. റൈറ്റ്? 240. 20 പ്ലസ് 240 ദാറ്റ് ഈസ് ഈക്വൽ ടു 260. ഇതായിരിക്കും എന്ത്? നമ്മുടെ കൺസംഷൻ ആയിട്ട് വരിക. അപ്പോൾ സപ്പോസ് ഇൻകം 300 ആണെങ്കിൽ ആ 300 രൂപ മുഴുവനായിട്ട് നമ്മൾ കൺസംഷൻ ഉപയോഗിക്കുന്നില്ല, മറിച്ച് 300 രൂപയിൽ നിന്നും 260 റുപ്പീസ് യൂസ്ഡ് ഫോർ കൺസംഷൻ. 360 രൂപ നമ്മൾ കൺസംഷൻ ഉപയോഗിക്കുകയും ബാക്കി വരുന്ന 40 രൂപ നമ്മൾ സേവിങ്സിനായിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ ഹിയർ സേവിങ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? സേവിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകത്തിൽ നിന്നും കൺസംഷൻ കുറച്ചാൽ നമുക്ക് സേവിങ് കിട്ടുന്നു. കൺസംഷൻ എന്ന് പറയുന്നത് ഇൻകത്തിൽ നിന്നും സേവിങ്സ് കുറച്ചാൽ നമുക്ക് കൺസംഷൻ കിട്ടും. ഇനി ഇൻകം എന്ന് പറയുന്നത് കൺസംഷനും സേവിങ്ങും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇൻകം എത്രയാണ് എന്ന് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇതിലെ ബേസിക് ഐഡിയ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇൻകത്തിൽ മാറ്റം വരുമ്പോൾ when there is a change in income, the consumption will change. The consumption, when there is a change in income, the consumption will change less than proportionate to change in income. ഈ ഒരു ഐഡിയ ആണ് നമ്മളിവിടെ പഠിക്കാനുള്ളത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? കെയ്നീഷ്യൻ psychological law of consumption. Keynesian psychological law of consumption. I hope it is clear. Okay, so thank you for listening.